ഓണാഘോഷത്തിനെതിരായ വർഗീയ പരാമർശത്തിൽ അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. പെരുമ്പിലാവ് കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപിക ഖദീജയ്ക്കെതിരെയാണ് കേസ്. കേസിനാസ്പദമായ വാട്സപ്പ് ഓഡിയോ സന്ദേശം നമുക്ക് ആദ്യം കേൾക്കാം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. MS ലിഷോ ചേർന്ന വിവരങ്ങളുമായി. ലിഷോ, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു സന്ദേശമായി പോയി ഇതല്ലേ? വിശദവിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും മൂത്തി, അതായത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ കേട്ടിട്ടുള്ളത് ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ അവിടെ ഒരു വേർതിരിവ് കുട്ടികളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കാനുള്ള ശ്രമമാണ് ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ ഡിവൈഎഫ്ഐയുടെ കടവല്ലൂർ മേഖലാ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ഈ പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ഈ മതസ്പർദ്ധ വളർത്തുന്നതിനെതിരെയായി ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. BNS 192 വകുപ്പ് പ്രകാരമാണ് നിലവിൽ ഈ ഖദീജ എന്ന് പറയുന്ന അധ്യാപികയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 2 അധ്യാപികമാർ ഇത്തരത്തിൽ സമാനമായ രീതിക്ക് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു. രണ്ടാമത്തെ അധ്യാപികയ്ക്കെതിരെയും കേസെടുക്കുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഇന്ന് ഈ സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു സമരവും നടക്കുന്നുണ്ട്, പ്രതിഷേധ സമരം നടക്കുന്നുണ്ട്. ആ പ്രതിഷേധ സമരം മാത്രമല്ല, അതായത് വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ സമരം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ കുട്ടികൾ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ, വേർതിരിവുണ്ടാക്കുന്ന തരത്തിൽ ഒരു സന്ദേശം നൽകുക എന്നുള്ളത് വളരെ ഗുരുതരമായൊരു കാര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ സ്കൂളിൽ ഉൾപ്പെടെ വിവിധ മതത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പഠിക്കുന്ന ഒരിടത്ത് ഇത്തരത്തിലൊരു വേർതിരിവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഗുരുതരമായൊരു കുറ്റമായി തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്.